എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജില്ലാ വിഭജനം ഉണ്ടല്ലോ, ജില്ലാ വിഭജനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതൊരു ദ്വീപായിട്ട് വിചാരിക്കാം. ഇതാ ഈ കാണുന്നത് ഒരു ദ്വീപാണ്. ഈ ദ്വീപിൽ എന്ത് ചെയ്യുന്നുണ്ട്? 14 വീടുകളുണ്ട്. കണ്ടോ? 14 വീടുകളുണ്ട്. അതിൽ 30 ആൾ താമസിക്കുന്ന വീടുണ്ട്, 25 ആൾ താമസിക്കുന്ന വീടുണ്ട്, 20 ആൾ താമസിക്കുന്ന, 15 ഉണ്ട്, 13 ഉണ്ട്, 12, 14, 8, 10 അങ്ങനെ പല കണക്കിലുള്ള ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്തില്ല, ഇതിന് കിച്ചൺ ഇല്ല. ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ഉള്ളത്. ഈ ദ്വീപിലുള്ള എല്ലാ വീടുകൾക്കും ഒരു കിച്ചൺ ഉള്ളത്. പക്ഷെ ഇവരെന്ത് ചെയ്യണം? ഈ കിച്ചണിൽ പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ വീട്ടുകാരും അവരുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? അരി കിച്ചണിക്ക് കൊടുക്കണം. അങ്ങനെ ഈ കിച്ചണിൽ എന്ത് ചെയ്യും? പാചകം ചെയ്യും. അങ്ങനെ പാചകം ചെയ്ത് കഴിഞ്ഞാല് ഈ കിച്ചണിൽ എന്ത് ചെയ്യുന്നത്? ഇത് സെർവ് ചെയ്യുന്നത്, ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ, പാചകം ചെയ്തതിനു ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ വീടുകളുടെ എണ്ണത്തിലാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ 30 ആണെങ്കിൽ 25 ആണെങ്കിലും 20 ആണെങ്കിലും ഈ ഒരു ആളെ അടിസ്ഥാനത്തിലല്ല ഇവിടുന്ന് തിരിച്ചു എന്താ പറയാ പാചകം ചെയ്ത ഭക്ഷണം തിരിച്ചു കൊടുക്കുന്നത്. പക്ഷെ എങ്ങനെയാണ്? തോന്നിയ പോലെ ചിലർക്ക് 1 കോഴി കിട്ടും, ചിലർക്ക് 2 കോഴി കിട്ടും, പല രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ചില വീടുകൾക്ക് ഇപ്പൊ 5 ആള് 7 ആള് 8 ആള് 6 ആള് 9 ആളുള്ള വീടുകൾക്ക് ചിലപ്പോൾ എന്താവും? ഈ പാചകപ്പുരയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അധികമാവും. ഈ 30, 25, 20 ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല, അല്ലെ? അത് ഇപ്പൊ ഈ പറഞ്ഞത് ഈ നമ്മുടെ ഈ ദ്വീപ് എന്നുള്ളത് കേരള ആയിട്ട് എടുക്കാം നമുക്ക്. ഈ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലും ജനസംഖ്യ എന്ന് പറയുന്നത് പല രീതിയിലാണ്. അതാണ് നമ്മൾ ഓരോ വീടുകളിലും ആളുകളിൽ കാണിച്ചത്. നമ്മൾ പറഞ്ഞ ഓരോ വീടുകളിലും ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അരി കൊടുക്കണം. ഈ അരി എന്നുള്ളത് നമുക്ക് ടാക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടുത്തെ നമ്മളിവിടെ എന്താ പറയാ ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾ കൂടിയത് കൊണ്ട് തന്നെ ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ എന്താവും? ആ ജില്ലയുടെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനനുസരിച്ച് ടാക്സ് ഗവൺമെന്റിലേക്ക് ചെന്നുകൊണ്ടിരിക്കും. ഈ കിച്ചൺ നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ സംവിധാനമായിട്ട് എടുക്കാം, ഗവൺമെന്റ് ആയിട്ട് എടുക്കാം. അപ്പോ ഈ സർക്കാർ സംവിധാനത്തിലേക്ക് ഇവിടെ ആളനുസരിച്ച് അരി കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് പാചകം ചെയ്തിട്ട് അല്ലെങ്കിൽ ബജറ്റ് വരുമ്പോൾ 14 ജില്ലകളിലെ പരിഗണിച്ച് അവിടെ ജില്ല എന്ന അടിസ്ഥാനത്തിലാണ് പരിഗണന വരുന്നത്. 14 ജില്ലകളുണ്ട്, ഇവിടുത്തെ ജനസംഖ്യ അവിടെ എന്തില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പൊ ഇവർക്ക് ഈ 5 ആൾ 7 ആൾ 8 ആൾ അല്ലെങ്കിൽ 14 ആളുകൾക്ക് ഇവർക്കൊക്കെ എന്താണ്? ആ ഭക്ഷണം അധികമായി വേസ്റ്റ് ആയി പോകുന്നുണ്ട്, അല്ലെ? ഇവർക്ക് തികയുന്നില്ല. പക്ഷെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ കിച്ചണിന് ഇനി കൂടുതൽ ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്ക് പുതിയ വീട് വെക്കുക എന്നല്ലാതെ നിവർത്തില്ല. കാരണം ജനസംഖ്യന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ വിഭജിക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെ? 30 ആൾക്കുള്ള ഭക്ഷണം ഇവിടുന്ന് നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? പുതിയ വീട് വെച്ച് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ജനസംഖ്യ അല്ലെങ്കിൽ ആളുടെ എണ്ണം നോക്കാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി കൂടുതൽ മതിയായ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ പുതിയൊരു വീട് വെച്ച് പോകണം. അതാണ് വിഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ താനൂരിന് ആവശ്യമുണ്ടെങ്കിൽ പുതിയൊരു ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുവരുവാണ്ട്, അല്ലാതെ മഞ്ചേരിയിലുള്ള സാധനം അങ്ങോട്ട് കൊണ്ടുപോകലല്ലോ വേണ്ടത്. അപ്പൊ നമുക്കറിയാം, നമ്മളെ കോട്ടയം അല്ലെങ്കിൽ തെക്ക് ഭാഗത്തേക്കൊക്കെ നമ്മളെ +1 അഡ്മിഷൻ വരുന്ന സമയത്ത് സീറ്റുകൾ അധികമാണ്. അവിടെ എന്തുകൊണ്ട് വെച്ചാൽ 5 ആൾ 7 ആൾ 8 ആളൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഭക്ഷണം ജനങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെ അടിസ്ഥാന കണക്കനുസരിച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് വരുമ്പോഴും കോട്ടയം ജില്ലയിലും ചിലപ്പോൾ സീറ്റുകൾ വരുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ സീറ്റുകൾ വരുമ്പോൾ അവിടെ കുട്ടികൾ പഠിക്കാനില്ല. കാരണം എന്താ? അവിടുത്തെ ജനസംഖ്യ കുറവാണ്. ഇവിടെ കുട്ടികൾ കൂടുതലും സീറ്റ് കുറവാണ്. എന്തുകൊണ്ടാ? ഇവിടുന്ന് ഈ കിച്ചണിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വീട് അനുസരിച്ച് കൊടുക്കുന്നത് കൊണ്ടാ. ആ സമയത്ത് ഈ കിച്ചണിൽ ജനസംഖ്യക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വിഭജനത്തിന്റെ ആവശ്യം വരുന്നില്ല. കാരണം മതിയായ സീറ്റുകൾ നമുക്കും ഉണ്ടാവും. ഇപ്പൊ ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് എന്തില്ല, സ്കൂളുകൾക്കും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ സീറ്റ് അധികം വരികയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇങ്ങോട്ട് മലബാറിലേക്ക് വരുമ്പോൾ സീറ്റ് തികയാതെ വരുന്നു. അത് എന്തുകൊണ്ടാ വെച്ചാൽ ഭക്ഷണം എന്ത് ചെയ്യുന്നില്ല, ആളനുസരിച്ച് കൊടുക്കുന്നില്ല എന്നാ. ഇങ്ങനെ വിഭജിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാല് ഓരോ ജില്ലക്കും, അല്ലെ, ഓരോ ജില്ലക്കും അതിൻ്റെതായ സ്ഥാപനങ്ങൾ വരും. ലോക്കൽ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ വരും. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ വരും, സ്കൂളുകൾ വരും, കെട്ടിടം, റോഡ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറും. കാരണം ഓരോ ഈ കിച്ചണിന് കൊടുക്കുന്ന എന്താ, ഓരോ വീടിനുള്ള വിഹിതം കൊടുക്കുന്നത്. അങ്ങനെ ഓരോ വീടിന് വിഹിതം കിട്ടുമ്പോൾ ആ വീട് കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് മതിയായ ഇൻഫ്രാസ്ട്രക്ചർ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലുകളാണെങ്കിലും പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ
നമ്മളെ ഈ നാട്ടിലെ ആളുകൾക്ക് എന്ത് കൂടും, ജോലി സാധ്യതകൾ കൂടും എന്നുള്ളതാണ്. ഇപ്പോ ഒരു പഞ്ചായത്ത് ഓഫീസ് വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലർക്കും കാര്യങ്ങളൊക്കെ കൂടി വരുന്നു, അല്ലെങ്കിൽ ജില്ലാ ഓഫീസ് അല്ലെങ്കിൽ കളക്ടറേറ്റ് ഓഫീസ് ഒക്കെ വരുന്നതിനോടുകൂടി അവിടെ ജോലി സാധ്യതകൾ കൂടും. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഈ വിഭജനത്തിന്. ഈ ജസ്റ്റ് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ നമ്മൾ ഒരു ദ്വീപായിട്ടും ആ ദ്വീപിൽ 14 വീടായിട്ടും ഈ 14 വീട് കൂടിയിട്ട് ഒരു കിച്ചൺ, ആ കിച്ചണിലാണ് ഭക്ഷണം എന്ത് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അരി കിച്ചണിലേക്ക് കൊടുക്കുന്നത്. പക്ഷെ തിരിച്ചു കിട്ടുന്നത് എങ്ങനെയല്ല, തിരിച്ചു കിട്ടുന്നത് ഇവിടെ വീടിന്റെ എണ്ണത്തിനനുസരിച്ചാണ് തിരിച്ചു കിട്ടുന്നത്. അവിടെയാണ് ഫാൾട്ട് ഉള്ളത്. ആ സമയത്ത് നമുക്ക് ആളനുസരിച്ച് നമ്മൾ ഓരോ വീടിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും അധികമാവില്ല, ആർക്കും എന്ത് ചെയ്യില്ല, ആവശ്യത്തിന് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ വീടുകളുടെ എണ്ണം നോക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ വീടുകൾ ഉണ്ടാക്കുക എന്നല്ലാതെ നമുക്ക് ഈ ദ്വീപിൽ വേറൊരു മാർഗം കാണുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു രാഷ്ട്രീയ മുഖച്ഛായ എടുക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യുക, ഇതൊന്നും മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ മനസ്സിലാക്കട്ടെ എന്തുകൊണ്ടാണ് വിഭജനം വേണം എന്ന് പറയുന്നത്. ഇങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിന് ഗുണമേ വരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സർക്കാർ ഇപ്പൊ നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഐ ജി എസ് ടിയിൽ ടാക്സ് പോണ സാധനം കേരള സർക്കാരിന് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്നത് SGST-യും, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും, CGST ഉണ്ട്. ഇപ്പൊ ഈ നിലവിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്തുകൂടി കൊണ്ടുവരണം, DGST കൂടി കൊണ്ടുവരണം. കാരണം ഡിസ്ട്രിക്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നാൽ എന്താ വെച്ചാൽ നമ്മളെ ഓരോ ജില്ലയിൽ നിന്നുള്ള ടാക്സിന്റെ വിഹിതം ജില്ലക്കനെ തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇപ്പൊ കേന്ദ്രം കേരളത്തിന് കൊടുക്കാൻ ഉള്ള പോലെ സ്റ്റേറ്റ് എന്ത് ചെയ്യാം, ജില്ലക്ക് കൊടുക്കുന്ന രീതി കൊണ്ടുവരികയാണെങ്കിൽ ഈ ജില്ലാ വിഭജനത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു.